ഒരു പാലമിട്ടാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ വ്യവസ്ഥ. ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം കോർപ്പറേഷനിൽ SNDPയും BJPയും ചേർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പാലമിട്ടു. എന്നാൽ നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന ദിവസവും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ BJPക്കാർ മാത്രമാണ് ഈ പാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുടെ പ്രസിഡന്റുമായി ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഇതിൽ 2 സ്ഥലത്തും ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി ആൾറെഡി എഴുത്തുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് സംസാരിച്ചു. അവർക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സഹായമൊക്കെ വേണമെന്നുള്ള അഭ്യർത്ഥനയുടെ പുകളിൽ അവർ 2 മണിക്ക് ശേഷം ഈ സ്ഥാനാർത്ഥികളെ മാറ്റാവുന്ന ഒരു പരിസ്ഥിതി ഉണ്ടാവും എന്ന് പറഞ്ഞു. BJPയുമായി കൊല്ലം കോർപ്പറേഷനിൽ സഖ്യമുണ്ടാക്കിയ ശേഷം SNDP കൊല്ലം താലൂക്ക് യൂണിയൻ സെക്രട്ടറി നടത്തിയ പ്രതികരണമാണിത്. കോർപ്പറേഷനിലെ 3ഇടത്ത് SNDP മത്സരിക്കാനും 52 ഇടങ്ങളിൽ SNDP പിന്തുണയോടെ BJP മത്സരിക്കാനുമായിരുന്നു സഖ്യത്തിന്റെ ധാരണ. ഇനി പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സെക്രട്ടറി നടത്തിയ മറ്റൊരു പ്രതികരണം നോക്കാം. BJPയുടെ ജില്ലാ പ്രസിഡന്റ് വന്നിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു. അപ്പോൾ 2ഇടത്ത് ഇവരെ BJPയുടെ സ്ഥാനാർത്ഥികൾ ഇപ്പോഴും മത്സരിക്കുകയാണ്. അവരെ മാറ്റാമെന്ന് പറഞ്ഞ് വിഡ്രോവലിൻ്റെ ഡേറ്റ് ഇന്നാണ്. ഇന്നുവരെ മാറ്റി കിട്ടുന്നതായി തോന്നാത്തത് കൊണ്ടും യോഗത്തിൻ്റെ ആഹ്വാനം അനുസരിച്ച് അതാത് മേഖലകളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും ശരി, നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മൾ അവർക്ക് ആത്മാർത്ഥമായി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി SNDP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരിടത്തു നിന്നും BJP പത്രിക പിൻവലിച്ചില്ല. എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് തീരുമാനിച്ച് SNDP മുന്നോട്ട് പോയെങ്കിലും അവിടെയും BJP വെറുതെ വിടുന്നില്ല. SNDP മത്സരിക്കുന്ന പൂന്തലത്താഴം, ഇരവിപുരം എന്നിവിടങ്ങളിൽ മറ്റെവിടെയുമില്ലാത്ത പ്രചാരണമാണ് BJP നടത്തുന്നത്. BJPയുടെ വാക്കുകേട്ട് 3ഇടത്ത് മാത്രമായി സ്ഥാനാർത്ഥി പട്ടിക ഒതുക്കിയ നേതൃത്വത്തെയാണ് ഇപ്പോൾ രഹസ്യമായി പല ശാഖാ ഭാരവാഹികളും കുറ്റം പറയുന്നത്. ക്യാമറമാൻ അനിരുദ്ധൻ വെള്ളൂരിനൊപ്പം ശ്യാമാർ ബാബു, മീഡിയ 1 കൊല്ലം.